ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങൾ കാണുകയാണ്. അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞ ഉള്ളടക്കത്തെക്കുറിച്ച് തർക്കമില്ലല്ലോ. എന്നുവെച്ചാൽ അവിടെ വന്ന കാര്യങ്ങൾ സമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലൊരാൾ ഒരു നയമാറ്റവും പ്രഖ്യാപിക്കാതെയും മുൻ നിലപാടുകൾ റദ്ദാക്കപ്പെടാതെയും ഇരു കൈയും നീട്ടി കോൺഗ്രസിനകത്ത് സ്വീകരിക്കപ്പെട്ടു. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ശാഖയ്ക്ക് കാവൽ നിന്നാൾ മാറുമ്പോൾ ശാഖ നടത്തിയ സ്വയം സേവകന് പ്രസിഡന്റ് കൊടുക്കാവുന്ന രൂപത്തിലേക്കുള്ള ഇതായിട്ട് കണ്ടാൽ മതി അതിനകത്ത്. അപ്പോൾ അത് സമൂഹത്തിനകത്തേക്ക് എത്തേണ്ട കാര്യങ്ങളാണല്ലോ. അതായിരിക്കും പരസ്യത്തിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവുക. എന്തായാലും BJPയുടെ കേരളത്തിൽ A ടീം B ടീം, ഒന്ന് സുധാകരൻ നയിക്കുന്നു, ഒന്ന് സുരേന്ദ്രൻ നയിക്കുന്നു. ഈ രണ്ട് ടീമിൽ നിൽക്കുന്നു. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ മാറാതിരുന്നത് അഖിലേന്ത്യാ നേതാവ് മോഡി തന്നെയാണ്. ഇപ്പോഴും കേരള നേതാവ് ഇവരായിട്ട് സതീഷ്, പ്രതിപക്ഷ നേതാവ് സതീശനുമായിട്ട് മാറുന്നു. അതാണ് ഇദ്ദേഹത്തിൻ്റെ മാറ്റത്തിനകത്ത് പ്രതിഫലിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ ഗൗരവമായ ഒരു പ്രശ്നമായി തന്നെ അവിടുത്തെ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഇവരുടെ ഒരു പരിഭ്രാന്തി കാണുമ്പോൾ തോന്നുന്നത്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു പ്രിന്റഡ് വേർഷൻ ആണ് ഈ പത്രപരസ്യം എന്നാണ് ഷാഫിയൊക്കെ പറയുന്നത്. എങ്ങനെയാണ്? അല്ല, അദ്ദേഹത്തിനകത്ത് പ്രത്യേക നൈപുണ്യമുള്ള ആളാണല്ലോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തോന്നിയതായിരിക്കും. BJPക്ക് വേണ്ടി ഈ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് കൗതുകകരമായത് പാണക്കാട്ടേക്കും കൂടി കൊണ്ടുപോയി. അത് വളരെ നന്നായി. എങ്ങനെയാണ് ന്യൂനപക്ഷ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടെന്ന് എളുപ്പവഴി ഉപദേശിച്ചു കൊടുക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം നേരത്തെ പറഞ്ഞൊന്നും റദ്ദാക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ പറഞ്ഞതൊക്കെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഒരു നയവും മാറിയില്ലല്ലോ. നയം മാറാതെ തന്നെ കോൺഗ്രസിനകത്തേക്ക് പോകാം എന്ന് വ്യക്തമായല്ലോ. അത് കോൺഗ്രസിനും UDFിനൊക്കെ ഒപ്പമുള്ള മുസ്ലിം ലീഗിനൊപ്പമൊക്കെ നിൽക്കുന്ന പാലക്കാട് മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളുമായ വോട്ടർമാർ അവർ ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് നയിക്കും. ഇത്തരത്തിലുള്ള തെറ്റായ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചത് അത് ജനങ്ങൾ ശരിയായ രൂപത്തിൽ തിരിച്ചറിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ BJP ഒരാൾ പുറത്തു പോകുമ്പോൾ എന്തുകൊണ്ടാണ് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്ര പ്രകോപനം ആവുന്നതെന്നാണ് മറ്റ് നേതാക്കൾ ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ RSSൻ്റെയും അതേ കാഴ്ചപ്പാടോടുകൂടി ഒരു മാറ്റവും വരുത്താതെ നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയല്ലോ എന്നതാണ് ഞങ്ങളുടെ ഉത്കണ്ഠ. കോൺഗ്രസിനകത്തേക്ക് ഒരു മാറ്റവും വരുത്താതെ അതേ നിലപാടിൽ RSSൻ്റെ അതേ നിലപാട് ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി മാറാൻ കഴിയുന്നല്ലോ എന്നതാണ് ഞങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും AK ബാലൻ്റെ ഒരു പ്രസ്താവന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ് സന്ദീപ് എന്നുള്ള അല്ല, അത് വ്യക്തിയുടെയാണ്. ഇവിടെ പാർട്ടി സെക്രട്ടറി തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ. അത് നിങ്ങളുടെ പരസ്യ വിവാദത്തിൽ പ്രതികരിക്കുകയാണ് മന്ത്രി പി രാജീവ്. എന്തായാലും നിലപാട് മാറ്റാതെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിച്ചു. വർഗീയ നിലപാട് തിരുത്തുകയോ നയം മാറ്റുകയോ ചെയ്യാതെ സന്ദീപ് പോയത് ജനങ്ങൾ തിരിച്ചറിയും. എന്തായാലും പരസ്യത്തിലെ ഉള്ളടക്കം വ്യക്തമാണ്. BJPയുടെ നയം മാറ്റാതെ ഒരാൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാകുന്നതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതെന്നാണ് പി രാജീവ് വ്യക്തമാക്കുന്നത്.